ഗോകുലം ഗോപാലേട്ടൻ്റെ ഒരു ഗതികേട് ആർക്കും വരരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇമ്മാതിരി ഒരു ചതി രായപ്പൻ്റെ ഭാഗത്ത് നിന്ന് ഗോപാലേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ലൈക്ക പിന്മാറിയപ്പോൾ മോഹൻലാൽ അല്ലേ പണ്ട് മുതലേ എനിക്കറിയാവുന്ന ഒരു ചെക്കൻ, എന്നാ പിന്നെ അവൻ്റെ സിനിമ ഇത്രയും വലിയ ഹൈപ്പൊക്കെ രായപ്പൻ പറയുന്നുണ്ട്, എനിക്കും ലാഭം കിട്ടും, ഒന്ന് ചെന്ന് തല വെച്ച് കൊടുക്കാമെന്ന് കരുതി വച്ചു കൊടുത്തതാ. ഇപ്പോൾ 8ന്റെ അല്ല 18ന്റെ അല്ല 28ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. എന്താണ് സാർ ഗോപാലേട്ടൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്? അല്ല, വഴി കിടന്ന കോണാനെടുത്ത് തട്ടുകൊടുത്ത പോലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിട്ടി കമ്പനി പൂട്ടിക്കാനായിട്ട് പിന്നെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയതാണോ ഇത് എന്നും സംശയിക്കണം. കാരണം വേണ്ടത്ര അവധാനതയില്ലാതെ ഈ എടുക്കാൻ പോകുന്ന സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് പോലും നോക്കാതെ അതിലെ ഒരു താരമൂല്യം കണ്ടുകൊണ്ട് പണമിറക്കി അദ്ദേഹം. അതും ശരിക്കും ആരാൻ്റെ തോളയിലിരുന്ന് എടുത്ത് സ്വന്തം തലയെ വെച്ചത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുന്നുണ്ടാകണം. കാരണം ഇത്രയും അപകടം പിടിച്ച ഒരു സാധനമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിനൊരു അവസരം ഉണ്ടായിരുന്നു. കാരണം ഇയാൾ വാര്യം കുന്നിനെക്കുറിച്ച് സിനിമ എടുക്കാൻ ഇറങ്ങിയ ആളാണ്. വാര്യം കുന്നൻ ലോകാന്തര വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞ് ഒരു ബയോപിക്സ് എടുക്കാനായിട്ട് ഒരുങ്ങിയ ആളാണ്. അത് ജനങ്ങൾ എല്ലാവരും കൂടി അതിൻ്റെ വസ്തുതകൾ തുറന്ന് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച് ക്യാമ്പയിൻ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഗത്യന്തരമില്ലാതെ പിന്മാറിയ ആൾ ആ കലിപ്പ് തീർക്കാനായിട്ട് ഡെഡിക്കേഷൻ സംഘപരിവാറിനുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു. ആരുടെയോ ഒത്താശയും പണവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഇതിൻ്റെ അപകടം ലൈക്ക് ചെയ്യാന്നോ മറ്റോ പേരുള്ള ഒരു ഏജൻസി അവരങ്ങ് പിന്മാറി. അവർക്കിത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഈ പ്രമേയം മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത് അവർ പിന്മാറിയത് ആണോന്ന് അവരോട് ചോദിക്കുമ്പോൾ ഇനി അവരത് പറയത്തില്ല ആണെങ്കിൽ പോലും. കാരണം അങ്ങനെ പോയത് ഒരു ഇതിലേക്കൂടെയോ പിന്നെ ബഹളം ഉണ്ടാക്കി പോയ ഒരുത്തനെ വിളിച്ച് ഇരുത്തി പിന്നെ ഗോകുലം ഗോപാലൻ സൽക്കരിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അപകടം മനസ്സിലായി. പക്ഷെ അദ്ദേഹം പെട്ടുപോയതല്ലേ സാർ? അങ്ങനെയല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ഈ ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ ആരെയും പൃഥ്വിരാജ് കാണിച്ചില്ല. അതിൻ്റെ അതിനുള്ളിലെ സസ്പെൻസുകൾ പുറത്ത് ലീക്കായി പോകും എന്നുള്ളതാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചതെന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ വിതരണക്കാരോടെങ്കിലും ഇത് പറയാം. കാരണം ഇപ്പം തന്നെ ഈ 17 വെട്ടിക്കളയുന്നതിന് മുന്നേ കാണാനായിട്ട് ആളുകളുടെ തിരക്ക് ഇപ്പോൾ വർദ്ധിക്കുന്നു. പൃഥ്വിരാജ് തന്നെ ഇടുന്നു, ആളുകളൊക്കെ പറയുന്നത് വെറുതെയാണ്, 100 അല്ല 200 കോടിയിലേക്ക് കടക്കാൻ പോവുകയാണ്, എല്ലായിടത്തും ബുക്കിംഗ് ഫുള്ളാണ് എന്നൊക്കെ പറയുന്നു. അമേരിക്കയിൽ ഇരുന്നവരെ പലരും പോസ്റ്റ് ഇടുന്നു, ഇവിടെ ഫുൾ ബുക്കിംഗ് ആയത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സീറ്റും കാലിയായി, കാരണം ആരും കാണാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ സത്യത്തിൽ പെട്ടുപോയത് മോഹൻലാലോ പൃഥ്വിരാജോ മറ്റാരുമല്ല, പെട്ടുപോയത് ഗോകുലം ഗോപാലനാണ്. കുറെ കാശ് കൊണ്ടിറക്കി ഒന്നും തിരിച്ചു കിട്ടുമെന്ന്, കോടികൾ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ രായപ്പൻ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? ഇത് പ്രേക്ഷകർ ബുക്ക് ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം കഴിഞ്ഞ 2 ദിവസത്തെ അതിൻ്റെ ഹൈപ്പ് അതായിരുന്നു. പക്ഷേ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയവർ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ബുക്ക് ചെയ്തവരാരും അങ്ങോട്ട് പോയില്ല. കസേരകളൊക്കെ ഇന്നലെ വൈകുന്നേരം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ലണ്ടനിൽ നിന്ന് ഇത് കണ്ടിട്ട് മലയാളി വിദ്യാർത്ഥികൾ കൂവൽ നടത്തി. ക്രോയിഡോണിലുള്ള ഒരു തിയേറ്ററിൽ നിന്നും കൂട്ടമായി കൂവി ഈ സിനിമയെ. മോഹൻലാലിന് ഇത്രയും കൂവൽ കിട്ടിയ വേറെ സിനിമ ഉണ്ടാവില്ല. ഇമേജ് തന്നെ മോഹൻലാലിന് സോഴ്സൊക്കെ ഉണ്ടല്ലേ. ലണ്ടനിലൊന്നും അദ്ദേഹം പിന്നെ വിളിച്ചന്വേഷിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിലെ 2 ഷോയ്ക്ക് തുടർച്ചയായിട്ട് ലണ്ടനിൽ കൂവിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്ക് ഫോണിലൂടെ അത് കേൾപ്പിച്ചു തന്നു. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ലണ്ടനിൽ നല്ല കൂവൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു, സത്യം. അപ്പോൾ അതാണ് വിദേശത്ത് ഇപ്പോൾ അമേരിക്കയിലെ കാര്യം തന്നെ സൂചിപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ വിദേശ മലയാളികൾക്കിടയിൽ പോലും ഇത് സ്വീകരിക്കുന്നത് ഇതിൻ്റെ സത്യസന്ധമല്ലാത്ത സമീപനം, ഈ സിനിമ എടുത്ത രീതി, അതിനകത്ത് കലാമൂല്യവുമില്ല വസ്തുതയുമില്ല. സാർ ഈ സിനിമ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടില്ല. സാർ കാണാൻ ആഗ്രഹിച്ചായിരുന്നു? ഞാനിത് OTT-ൽ കാണാൻ വരുമ്പോഴേ കാണുള്ളൂ. തിയേറ്ററിൽ പോയി കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെയാ സാറിന് ഇഷ്ടപ്പെട്ടോ സിനിമ? ഇല്ല, ഞാനത് പകുതിയായപ്പോൾ ബോറടിച്ച് നിർത്തിയതാണ്. സാറിന് ലൂസിഫർ ഇഷ്ടപ്പെട്ടില്ല? എന്താ സാറിന് അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം? വിദ്വേഷം അതിനകത്ത് വലിയൊരു എലമെൻ്റാണ്. പിന്നെ ഇത്രയും ഡ്രായിങ് ആയ ഒരു സിനിമ, അതിനകത്ത് കലാമൂല്യമില്ല, വെറും പിന്നെ കാര്യങ്ങൾ പറയുവാനുള്ള
ഒരാവേശവും പിന്നെ വയലൻസും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മനുഷ്യനെ ഇങ്ങനെ പിരിമുറുക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഞാൻ സിനിമ കാണാനൊന്ന് റിലാക്സ് ചെയ്ത് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒക്കെ ഉണ്ടാകുന്നത് എനിക്ക്, പക്ഷേ അതിനകത്ത് ആത്യന്തികമായി ഇത് ചെയ്യുന്ന ആൾ കലാകാരനായിരിക്കണം. കലാകാരനായ ഒരാളിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി നമ്മൾ ആസ്വദിക്കും, വീണ്ടും വീണ്ടും ആസ്വദിക്കും. നമ്മളിപ്പോഴും ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണുന്നത്? അതിമനോഹരമായ അതിലെ സംഭാഷണങ്ങൾ, പത്മരാജൻ്റെ സാഹിത്യമൂല്യമുള്ള വാക്ചാതുരിയും പ്രയോഗങ്ങളും, പിന്നെ അതിലെ ഗംഭീരമായ അഭിനയം, ആ കഥയുടെ ടോട്ടാലിറ്റി, ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി, അതെല്ലാം കൂടെ ചേർന്ന് ഫാൻറ്റസിയും റിയാലിറ്റിയും ചേർന്ന ഒരു സിനിമയാണ് അത് കാണുന്നത്. ഈ മോഹൻലാലിന്റെ തന്നെ സതയം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, സാർ കണ്ടിട്ടുണ്ടോ? കുറച്ച് പിള്ളേരെ കൊന്നുകള്, അതുപോലും നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ ഇരുന്ന് കാണും അല്ലെ? നമ്മളതിലൊരു മോഹൻലാലിന്റെ അത്ര താളവട്ടം പോലെയുള്ള സിനിമകൾ ഇപ്പൊ അതുപോലെയൊക്കെ പൃഥ്വിരാജിന് എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പ്രേക്ഷകരെ കുറച്ചുകൂടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ എന്താ ഈ സിനിമാ താരങ്ങൾക്ക് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നതുണ്ട് എന്ന് ഇപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബോംബെ അധോലോക സിനിമ, അധോലോകവും ബ്ലാക്ക് മണിയും ഡോൺസും എല്ലാം അവിടുത്തെ സിനിമാ വേൾഡിനെ ഭരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകൾക്ക് അതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കാസറ്റുകൾ വിൽപ്പന. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥ കേരളത്തിൽ മലയാള സിനിമയുടെ നിയന്ത്രണം ഇതുപോലെ ചില അധോലോക കേന്ദ്രങ്ങൾ കയ്യിലെടുക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വന്നു. അപ്പോഴാണ് ഈ താരസംഘടനയിലൂടെ ചില നല്ല ആർട്ടിസ്റ്റുകളെ വിലക്കുക, അതിനകത്തെ പൊളിറ്റിക്സ്, ചില തിലകൻ, പിന്നെ വിനയൻ തുടങ്ങിയ ആളുകൾക്ക് എതിരെയുള്ള നീക്കവും, സുരേഷ് ഗോപി ഒരു സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ, നല്ല ഇന്നസെൻ്റായ ആർട്ടിസ്റ്റുകളെയൊക്കെ സംഘടിതമായി നിന്ന് ഗോഖുവ വിളിച്ച് കളിയാക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമാ ബാഹ്യമായ ഒരു കലാപരിപാടിയായി സംഘടന ശക്തി. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട്, ഞാൻ ഈ സിനിമ ഞാൻ സാറ് പറയുന്ന പോലെ ഹൈപ്പുള്ള സിനിമകൾ കാണാൻ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഞാനിത് തുടങ്ങിയപ്പോഴേ പോവില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. അപ്പോൾ പക്ഷെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു ഈ സ്റ്റീവൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്കുള്ള മാറ്റം എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ഉള്ളത്. പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലരും പറയുന്നത് ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എടുത്ത സിനിമയല്ല, ഇത് ചില ആൾക്കാർക്ക് കൊള്ളണം, അവരെ കൊള്ളിക്കണം, എന്നോട് കാണിച്ചതിന് ഞാനിതാ നിങ്ങൾക്ക് മറുപടി തരുന്നു എന്ന് പൃഥ്വിരാജ് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഈ സിനിമ. അത്രമാത്രം അങ്ങനെ ആലോചിച്ച് നമ്മൾ ഈ സിനിമയെ കാണാനും, അതായത് വാര്യം കുന്നെടുക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പക ഞാൻ സംഘപരിവാറിന് ഇതിലൂടെ തീർത്തു തരികയാണ് എന്ന് പറയാതെ പൃഥ്വിരാജ് പറയുന്നതായി നമുക്ക് അത് കാണുമ്പോൾ തോന്നും. അല്ലാതെ ഈ സംഭവങ്ങളൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യകത സിനിമയ്ക്കകത്തില്ല എന്നാണ് എൻ്റെ ഒരു സുഹൃത്തുക്കൾ. പോണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു നിലപാട്. തീർച്ചയായിട്ടും അത്തരം ആവശ്യമുള്ളിടത്ത് ഒരു സാധനം, ഒരു രാജ്യം ചർച്ച ചെയ്ത ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ നമുക്കത് കാണാൻ ഇൻട്രസ്റ്റ് തോന്നും. അതിപ്പോൾ ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും. പക്ഷെ ആവശ്യമില്ലാത്തടത്ത് ഒരു വിഭാഗത്തെ മാത്രം ക്രൂശിക്കാനായി ഒരു സാധനം കുത്തിക്കയറ്റുമ്പോഴാണ് നമ്മളത് വിവാദമാക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അതാണ് ഈ സ്വദേശ സിനിമ. ഇത് സ്വദേശമല്ല, ദുരുദ്ദേശ സിനിമ. ഇത് ഈ പൃഥ്വിരാജ് എന്ന ആള്, അയാൾ സംവിധാന കലയ്ക്ക് യോജിച്ച ആളല്ല, യോഗ്യനുമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അതാണ് ഇതിനകത്ത്. നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരം സംരംഭങ്ങളും വലിയ ആശാവകമൊന്നുമല്ല. അദ്ദേഹം ബേസിക്കലി സിനിമയുടെ ആർട്ടിനെ കുറിച്ച്, അയാൾ അഭിനേതാവ് എന്ന നിലയിൽ അയാൾ ചില പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടാവും. അത് ഇനിയും അദ്ദേഹത്തിന് പറ്റും. അതിൽ അദ്ദേഹം ഷാർപ്പൻ ആയി നിന്നുകൊണ്ട് ആ വശം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഭാവിയിൽ നല്ലത്. സംവിധാനം എന്ന അത് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റാത്ത ഒരു പണിയാണ്. അത് പൃഥ്വിരാജ് തിരിച്ചറിയുന്നതായിരിക്കും.